പല കത്തോലിക്ക പള്ളികളിലും സാക്രിസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്ന വരിയാണ്, പ്രീസ്റ്റ് ഓഫ് ഗോഡ് ഓഫർ ദിസ് മാസ് ആസ് ഇഫ് നിങ്ങളുടെ ഫസ്റ്റ് മാസ് പോലെ, നിങ്ങളുടെ ലാസ്റ്റ് മാസ് പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഒരേ ഒരു ബലി പോലെ ഈ കുർബാന അർപ്പിക്കണം. ഇന്നത്തെ ഗോസ്പലിൽ സക്രിയാസ് അങ്ങനെ ഒരു ബലിയിലാണ് പങ്കെടുക്കുന്നത്. ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രം നിൽക്കേണ്ട ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അബയുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനാണ് സക്രിയ. 24 ഗണങ്ങളുണ്ട്. അങ്ങനെ മൊത്തം 18,000 പ്രീസ്റ്റ് ഉണ്ട്. ഒരു ഗണത്തിന് വർഷത്തിൽ 2 ആഴ്ചയാണ് ഡ്യൂട്ടി കിട്ടുക ദേവാലയത്തിൽ പല പല മിനിസ്ട്രീസ് ചെയ്യാൻ വേണ്ടി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രി ആയിട്ട് ഒരു പുരോഹിതനെ കണ്ടിരുന്നതാണ് ഹോളി ഓഫ് ഹോളീസിൽ പ്രവേശിച്ച് അവിടെ ധൂപം അർപ്പിക്കുക എന്നുള്ളത്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് ഈ ഹോളി ഓഫ് ഹോളീസിൽ കയറുക എന്നുള്ളത്. അവിടെ കയറി നിന്ന് ധൂപിടുക എന്നുള്ളത് ഒരു പുരോഹിതൻ്റെ ജീവിത സാഫല്യമാണ്. അതെല്ലാ പുരോഹിതർക്കും കിട്ടത്തില്ല. കാരണം 18,000 പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ്. ഒരാൾക്കൊരു ചാൻസ് കിട്ടി പിന്നെ ആൾക്ക് കിട്ടില്ല. അപ്പോൾ ഒരൊറ്റ തവണ മാത്രം കിട്ടുന്ന റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ് സക്രിയാസിന് കിട്ടുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ സ്വപ്നം ജീവിക്കുമ്പോൾ, ആ നടയിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കണം സക്രിയാസ് പ്രാർത്ഥിച്ചത്? സക്രിയാസ് ഒരു കുഞ്ഞിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്. അല്ലെങ്കിൽ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ജനസമൂഹമുണ്ട്. ആ സമൂഹത്തിനോടൊപ്പം എനിക്കൊരു കുഞ്ഞിനെ തരിക എന്നല്ല, ഞങ്ങൾക്കൊരു രക്ഷകനെ തരിക എന്നായിരിക്കും സക്രിയാസ് പ്രാർത്ഥിച്ചത്. മലഹ പറയുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന്. അപ്പോൾ സക്രിയാസിൻ്റെ ഏത് പ്രാർത്ഥനയായിരിക്കും കേട്ടത്? എനിക്കൊരു കുഞ്ഞിനെ തന്നോന്നാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിനൊരു രക്ഷകനെ തന്നോന്നാണോ? ഇന്നത്തെ സ്വകാര്യം ഒരു ചോദ്യമാണ്. സക്രിയാസിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ജീവിതത്തിൽ എനിക്ക് ഒരൊറ്റത്തവണ മാത്രം കിട്ടുന്ന ദൈവത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും ദൈവത്തോട് ചോദിക്കുന്ന ആ ഒരൊറ്റ പ്രാർത്ഥന?